إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതം എന്നത് വളരെ വലിയ ഒരു ഉത്തരവാദിത്ത നിർവഹണമാണ്. ഈ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും പർവ്വതത്തെയും കാണിച്ചു. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹ. ആകാശവും ഭൂമിയും പർവ്വതവും പറഞ്ഞു, ഞങ്ങൾക്ക് സാധ്യമല്ല. വ അഷ്ഫഖ്ന മിൻഹ, അവർക്കതിനെ സംബന്ധിച്ച് പേടിയായി. വ ഹമലഹൽ ഇൻസാൻ, മനുഷ്യർ ആ അമാനത്ത്, ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പോൾ ആകാശങ്ങളും ഭൂമിയും പർവ്വതവും ഏറ്റെടുക്കുവാൻ വിസമ്മതിച്ച വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ മക്കളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി വളർത്തുക എന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തറഅ അഹഫിളഹു അം ദയ്യഅ ഹത്താ യുസ്അല അർ-റജുലു അൻ അഹ്ലി ബൈതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയെല്ലാമാണോ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത്, അവരോട് ആ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങളത് നഷ്ടപ്പെടുത്തിയോ അതല്ല കൃത്യമായി പരിപാലിച്ചോ? എത്രത്തോളമെന്ന് ചോദിച്ചാൽ, ഒരു പിതാവിനോട് തൻ്റെ മക്കളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ വളർത്തി എന്ന് ഖിയാമത്ത് നാളിൽ ചോദിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നക മസ്ഊലുൻ, തീർച്ചയായും നീ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും. ആരെ സംബന്ധിച്ച്? അൻ വലദിക്, നിന്റെ മക്കളെ സംബന്ധിച്ച്. അദ്ദബ്തഹു, നീ അവന് അദബുകൾ, മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തോ? അതല്ലെങ്കിൽ മാദാ അദ്ദബ്ത വമാദാ അല്ലംത, നീ അവന് എന്ത് ഇൽമാണ് കൊടുത്തത്, എന്ത് വിജ്ഞാനമാണ് നീ കൊടുത്തത്? പഠിപ്പിച്ചോ എന്നല്ല, ഏത് വിജ്ഞാനമാണ് നീ അവനെ പഠിപ്പിച്ചത്, ഏത് രൂപത്തിലുള്ള മര്യാദകളാണ് നിന്റെ മക്കളെ നീ പഠിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായി വളരണം, അങ്ങനെ ജീവിക്കണം, അവരുടെ തലമുറകളും അങ്ങനെയായി തീരണം. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ആവശ്യമായ നല്ല അറിവുകൾ, നല്ല മര്യാദകൾ, നല്ല വിജ്ഞാനങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പിതൃവ്യപുത്രനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കീഴിലുള്ള ഒരു ശിഷ്യൻ എന്നതിനേക്കാൾ തൻ്റെ കുടുംബത്തിൽ ഒരു അംഗവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത ഉപദേശം മാത്രം മതി എക്കാലഘട്ടത്തിലും നമുക്കും നമ്മുടെ മക്കൾക്കുമെല്ലാം നന്നാവാൻ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? യാ ഗുലാം, കൊച്ചുമകനെ, എൻ്റെ പ്രിയപുത്ര, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ, ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. നീ അത് മനസ്സിലാക്കണം, നീ അത് ഉൾക്കൊള്ളണം, അതനുസരിച്ച് നീ ജീവിക്കണം. എന്താണത്? ഇഹ്ഫളില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എങ്കിൽ യഹ്ഫളുക, എപ്പോഴും നിന്നെ അള്ളാഹു സംരക്ഷിക്കും. ഇഹ്ഫളില്ലാ, നീ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. തജിദുഹു തുജാഹക്, എങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധികളിലും നിന്നെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാകും. ഇതാണ് ഏറ്റവും വലിയ വിജ്ഞാനം. ഇതിനപ്പുറത്ത് മറ്റൊരു വിജ്ഞാനമില്ല.
കാരണം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാം ഖദറാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളായി നമ്മൾ കാണുന്നുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതിനെന്തെല്ലാം പരിഹാരങ്ങളുണ്ടോ അതും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവല്ലാതെ മറ്റൊരു അഭയകേന്ദ്രമില്ല, അല്ലാഹുവല്ലാതെ ഒരു രക്ഷകനില്ല, അവനല്ലാതെ നല്ല ഒരു ജീവിതം നൽകുന്നവനില്ല, അവനല്ലാതെ സമാധാനം നൽകുന്നവനില്ല, അവനല്ലാതെ ശാന്തി നൽകുന്നവനില്ല. അല്ലാഹുവിനെ വിട്ടുകൊണ്ടൊരു നല്ല ജീവിതം നയിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. എങ്കിൽ അല്ലാഹു നല്ല ഒരു ജീവിതം നമുക്ക് നൽകണമോ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കണം. അങ്ങനെ അവനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണമെങ്കിൽ നാം ആ നിലക്ക് അവരെ വളർത്തണം എന്ന് മാത്രമല്ല, ഉലമാക്കൾ പറഞ്ഞതുപോലെ മക്കൾക്ക് കൊടുക്കുന്ന അധ്യാപനങ്ങളിൽ ഏറ്റവും വലുത് അവരെ മദ്രസകളിൽ പറഞ്ഞയക്കുക എന്നതിനേക്കാൾ, ഒരു വലിയ ആലിമിൻ്റെ അടുക്കലേക്ക് അവരെ പറഞ്ഞയക്കുക എന്നതിനേക്കാൾ സ്വന്തം ഉമ്മയും ഉപ്പയും അല്ലാഹുവിനെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് മക്കൾക്ക് തോന്നുക എന്നതാണ് പ്രധാനം. നാം അവരെ എത്ര വലിയ മദ്രസയിൽ പറഞ്ഞയച്ചാലും എത്ര വലിയ കോളേജിൽ പറഞ്ഞയച്ചാലും എൻ്റെ ഉമ്മയും ഉപ്പയും അല്ലാഹുവിനെ ഭയപ്പെട്ടല്ല ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന മക്കൾ ഒരിക്കലും ആ വഴിയിൽ വരികയില്ല. അതുകൊണ്ട് മക്കൾക്ക് നൽകുന്ന അധ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായും മക്കളും ആ വഴിയിൽ വളരുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ ഹൃദയം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും എന്ന ബോധം നമ്മുടെ മക്കളുടെ മനസ്സിൽ, നമ്മുടെ സ്വന്തം മനസ്സിൽ നാം നൽകുന്നത് പോലെ തന്നെ നമ്മുടെ മക്കളുടെ മനസ്സിലും നമ്മൾ ഇട്ടുകൊടുക്കണം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവിയും കാഴ്ചയും ഹൃദയവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യുന്നതാണ്. ഈ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് നൽകുകയും അവരുടെ കണ്ണിനെ, കാതിനെ, ഹൃദയത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ അവരുടെ വലിയ ഒരു സമയവും ചെലവഴിക്കുന്നത് അനാവശ്യമായത് കേൾക്കാനാണ്, അനാവശ്യമായത് കാണാനാണ്, അനാവശ്യമായതിനെ സംബന്ധിച്ച് ചിന്തിക്കാനാണ്. അതിൻ്റെ ആധിക്യം ഹൃദയത്തിലേക്ക്, കുഞ്ഞു മനസ്സുകളിലേക്ക് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നന്മയുടെ പ്രകാശം, ഈമാനിൻ്റെ പ്രകാശം, തഖ്വയുടെ പ്രകാശം, ഖുർആനിൻ്റെ പ്രകാശം, ഹദീസുകളുടെ പ്രകാശം, അദ്കാറുകളുടെ പ്രകാശം, ഖിയാമുൽ ലൈലിൻ്റെ പ്രകാശം ഒന്നും കടക്കുകയില്ല. മറിച്ച് അവരുടെ ചിന്തകളിൽ എപ്പോഴും ഗെയിമുകളായിരിക്കും, കമ്പ്യൂട്ടർ ഗെയിമുകളായിരിക്കും, അതേപോലെയുള്ള കാർട്ടൂണുകളായിരിക്കും, സംഗീതമായിരിക്കും, സിനിമകളായിരിക്കും, ഡാൻസുകളായിരിക്കും, പാട്ടുകളായിരിക്കും. കുഞ്ഞുനാളിലെ അതിനെ ഹൃദയത്തിലേക്ക് നിറച്ച് 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 അവസാനം ഖുർആനിൻ്റെ, ഈമാനിൻ്റെ, തഖ്വയുടെ പ്രകാശമൊന്നും കയറാത്ത രൂപത്തിൽ നമ്മളുടെ മക്കളുടെ ഹൃദയങ്ങൾ മാലിന്യം നിറഞ്ഞതായി തീരും. അതുകൊണ്ട് മക്കൾക്ക് ബോധം നൽകണം, നമുക്കും ബോധമുണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിന് തഫ്സീർ പറഞ്ഞത് അല്ലിമൂഹും വഅദ്ദിബൂഹും, മക്കൾക്ക് നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തും ദീനീപരമായ വിജ്ഞാനം അവർക്ക് നൽകിയും അവരുടെ സ്രഷ്ടാവായ അല്ലാഹുവിനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തും നമ്മുടെ ജീവിതത്തിന് ഇതിനപ്പുറത്ത് മറ്റൊരു വലിയ ലക്ഷ്യമുണ്ട് എന്നവർക്ക് നിരന്തരം പറഞ്ഞു കൊടുത്തും അങ്ങനെ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളും ജീവിക്കുന്നത് എന്ന് പ്രവർത്തനത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ, വളർത്തിക്കൊണ്ടുവരുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.